ഹായ് ഗൈസ്, ഇന്നത്തെ വ്ളോഗ് സെമിയുടെ ഉമ്മ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൊണ്ടുപോകാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ കൊണ്ടുവന്നിട്ട് അവർ റെസ്റ്റൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് പെട്ടി അൺബോക്സിങ് ചെയ്യാം എന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ അവരെ കൊണ്ടുവരാൻ പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. എന്നിട്ട് നമുക്ക് പെട്ടി അൺബോക്സിങ് ചെയ്യാം. ഹലോ ഹലോ ഹലോ. അസ്സലാമലൈക്കും. ഞാനീ ആരാ വന്നിക്കണോക്ക് ഓർക്കപ്പിച്ചിലാണ് മറ്റാളിരിക്കണ്. ഹായ് പറഞ്ഞ ഞാനീ. ഞാനിന്നോ ഞാനല്ല രണ്ടാമത് ആപ്പാക്ക് പോട്ടെ. ഹായ് എന്ന് പറഞ്ഞേ. വെൽക്കം ബാക്ക് ടു മമ്മാസ് ചാനൽ. വെൽക്കം ബാക്ക്. ഞങ്ങൾക്ക് അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാനിനും കൂട്ടിയിട്ടാണ് നമ്മളിവിടെ പെട്ടി അൺബോക്സിങ്. ഓക്കെ ഓക്കെ പറഞ്ഞേ. ഇവർ ഇന്നലെ കേട്ടോ വന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഏട്ടൻ്റെ മോൻ, സെമിയുടെ ബ്രദറിൻ്റെ മോനാണ്. ഹായ് പറയാം. റമീൻ എന്നാട്ടോ പേര്. അപ്പം അവന് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് വിസിറ്റിങ്ങിന്. അപ്പോൾ ഉമ്മ ഇവിടെ 2 വട്ടം പോയി വന്നാണ്. തരാം. ഇന്നലെ ആണ് ഇവർ വന്നത് കേട്ടോ. അപ്പോൾ ഇവരെ ക്ഷീണമൊക്കെ ഒന്ന് മാറി, ഉറക്കക്ഷീണം നല്ലതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിപ്പോൾ ഒന്ന് സെറ്റായി വന്നാ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു അൺബോക്സിങ് നാട്ടിലെ പെട്ടി അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് തോന്നി. അപ്പോൾ ലെറ്റ്സ് ഗോ. ഓക്കെ. അപ്പോൾ ടാനിക്ക് കുറച്ച് കൂടുതൽ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടാനിൻ്റെ ഡ്രസ്സ് അൺബോക്സ് ചെയ്താലോ? ഓക്കെ ഓക്കെ. ടാനിക്ക് ഡ്രസ്സ് ഉണ്ട്. ലുക്ക്. ഇത് എൻ്റെ ഉമ്മ കൊടുത്തു വിട്ട ഷർട്ടാണ് കേട്ടോ. ഇത് ഇഷ്ടമായോ ടാനി? 2 ഷർട്ട് ഉണ്ട് അല്ലേ. ഇത് ഉമ്മ കൊടുത്തുവിട്ടാണ്. എങ്ങനെയുണ്ട് ടാനി? ഇഷ്ടമായോ? ഇത് സെമിയുടെ പെങ്ങൾ കൊടുത്തുവിട്ട ഡ്രസ്സാണ് കേട്ടോ. ഇതിനൊരു പാൻറ് ഉണ്ടല്ലോ. യെസ് മാളുതാത്ത കൊടുത്തുവിട്ടാണല്ലേ. പിങ്കാ. പിന്നെ ഇത് റമീൻ്റെ ഉമ്മ കൊടുത്തുവിട്ടത് അല്ലേ. ഇത് നീ സെലക്ട് ചെയ്തതാന്ന് പറഞ്ഞ് ചെറുതായിട്ട്. ഓക്കെ. 2 കൂട്ട് ഡ്രസ്സ് അല്ലേ. ടാനിക്കാണ് ഈ ഡ്രസ്സൊക്കെ. ആണോ? ഓക്കെ. അപ്പം ഇതാണ് ടാനിൻ്റെ ഡ്രസ്സ്. അടങ്ങ്. ഓക്കെ മതി. ഇനി ഇതെടുത്ത് വെക്കാം. ഓക്കെ. ഇനി മമ്മൻ്റെ ഡ്രസ്സ് കാണിച്ചു കൊടുക്കട്ടെ. ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഇതെനിക്ക് റമിയുടെ ഉമ്മ താത്ത കൊടുത്തുവിട്ടാണ് കേട്ടോ. സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇത് ജീൻസിൻ്റെ ആണ്, ഡെനിമിൻ്റെ ആണ് വരുന്നത്. ഇത് എനിക്ക് കറക്റ്റ് സൈസാണ് കേട്ടോ. അവർ സൈസ് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു അല്ലേ താത്ത പറഞ്ഞു. പിന്നെ എൻ്റെ ഉമ്മ ചുരിദാർ കൊടുത്തുവിട്ടിന് കേട്ടോ. ഞാൻ കുറേ ആയി ചുരിദാർ ഇട്ടിട്ട്. ഇവിടെ ഞാൻ കൊണ്ടുവന്നൊന്നും എനിക്കിപ്പോൾ സൈസില്ല. ഞാൻ ഇപ്പോൾ തടി വെച്ചുകൊണ്ട് എനിക്കൊന്നും കറക്റ്റല്ല കേട്ടോ. അപ്പം ഞാനൊരു സിമ്പിൾ ചുരിദാർ കൊടുത്തിടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഉമ്മ കൊടുത്ത് വിട്ടാണ് കേട്ടോ. എനിക്കിതിൻ്റെ പാറ്റേൺ ഒക്കെ നല്ല ഇഷ്ടമായി. കോട്ടനാണ് വരുന്നത്. അപ്പോൾ ഇതിന് പാൻറ് വരുന്നുണ്ട്. പിന്നെ ഇതിന് ഷോള് വരുന്നുണ്ട് കേട്ടോ.
അപ്പം അതാണ് ഡ്രസ്സ് വരുന്നത്. അപ്പം ഇനി നമുക്ക് പെട്ടിയുടെ ഉള്ളിൽ എന്താന്ന് കാണാം. പെട്ടിയുടെ ഉള്ളിൽ നോക്കാം. താങ്ക് യു പറ. താങ്ക് യു പറ. ഇത് നിന്റെ വകയാണ്. റെമിയുടെ വക ടാനിക്ക് കാറൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് അൺബോക്സ് ചെയ്താലോ? തുറക്കാം. ടാനിക്ക് ചോക്ലേറ്റ് ഉണ്ട്. ഇത് മാളത്താത്തത് അല്ലേ? അയ്യോ, നമുക്കിത് തുറന്നാലോ? ഇതിലാണ് നമ്മളെ കിച്ചൺ ഐറ്റംസ് ആണ് കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഉമ്മ കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ സാധനങ്ങളുണ്ട്. ഒരു കൊല്ലത്തിനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ടാനി കാണിച്ചു കൊടുത്തേ. ഇതൊക്കെ എന്താ കാണിച്ചു കൊടുത്തേ? ഓ, ടാനിക്ക് കഞ്ഞി ഉണ്ടാക്കാൻ ചെറിയരി കുറേ ഉണ്ടല്ലമ്മ. ചെറിയരി ഗൈസ്, ഇത്രയും വലിയ. ഇതെന്താ അറിയോ ഗൈസ്? ഇതാണ് അവില്. ഉമ്മാന്റെ ഫേവറേറ്റ് സാധനമാണ് അവില്. മാളുതാത്ത, അത് മാളുതാത്ത കൊടുത്തിട്ടാണ് ഉമ്മ. ചെറിയരി നിങ്ങൾ വാങ്ങിച്ചല്ലേ നിങ്ങൾ? ഇത് ഉമ്മ വീട്ടിലുണ്ടാക്കിയതാട്ടോ, പുഴുങ്ങിയിട്ടുണ്ടാക്കിയ ചെറിയരിയാണ്. കുറേ ഉണ്ട് കേട്ടോ ചെറിയരിയുടെ കവറ്. ഞാനീ ഇനി കഞ്ഞി കുടിച്ച് മരിക്കൂടാ. ചെറിയരി. പിന്നെ ഇത് പുഴുങ്ങലരിയോ? ഉണങ്ങല്ലരി ഉണ്ട് കേട്ടോ. ഇതാണിത്. ദോശ ഉണ്ടാക്കാനുള്ള അമ്മ പറഞ്ഞ്. അപ്പൊ നമുക്ക് നാളെ ദോശ ഉണ്ടാക്കി നോക്കാം. അത് പിടിക്കും. പിന്നെ റാഗി ഉണ്ട്. റാഗി ഞാൻ ഉമ്മാനോട് പറഞ്ഞു കേട്ടോ. ടാനിക്ക് ഉമ്മ റാഗി കുടിക്കാറുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചിട്ട് ഞങ്ങളിവിടെ ഇടിയപ്പം, പുട്ടിന് നമ്മൾ പാക്കറ്റ് വാങ്ങിക്കാറാണ് കേട്ടോ. റാഗിൻ്റെ അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാറുണ്ട്. റാഗിയോട് സ്മൂത്തി ഞാൻ കാണിച്ചിട്ടില്ലേ വീഡിയോ? അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ റാഗി ഉമ്മ 2 പാക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഈ പെട്ടിയിലുള്ളത് ഫുൾ നമുക്ക് തിന്നാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ബേക്കറി സാധനങ്ങളാണ് വരുന്നത്. ഇത് കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ അച്ചാറാണ്. ഉമ്മ എപ്പോഴും ഇട്ട് വെക്കുന്നത് സ്റ്റോക്കാണ് എടുത്തത്. വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവണം എപ്പോഴും ഉള്ള ഒരു ഐറ്റമാണ് എടുത്തത്. പിന്നെ ഇത് മാളുതാത്ത കൊടുത്തിട്ടല്ലേ അമ്മ? മാങ്ങച്ചാറോ? മാളുതാത്ത കൊടുത്തിട്ട മാങ്ങച്ചാറുണ്ട്. പിന്നെ വലിയ കറവാമ്പട്ടൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ മാമൻ ദുബായ് ഖത്തറിന്ന് വന്നപ്പോൾ കൊടുന്നാന്നാ പറഞ്ഞത്. അപ്പോൾ അത് ഉമ്മ കൊടുത്തു വിട്ടാട്ടോ. പിന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ? നമുക്കിവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് വിടാനും നമ്മൾ ബേക്കറി കൊടുത്ത് വിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിപ്സ് ഉണ്ട്, ലഡു ഉണ്ട്. ടാനി അപ്പം ഇതെന്ത് തിന്നേ? കിറ്റ്കാറ്റ് വേണ്ട? ഓക്കെ, ലഡു തരാം. ലഡു വേണം. അപ്പം നീ ഇന്ന് ചോറ് തിന്നുവോ? ലഡു സൂപ്പറാണെന്ന് പറ. ആണെന്ന് പറ. ലഡു ഉണ്ട്. ഈ ഒരു ജിലേബി നമുക്കിവിടെ കിട്ടാത്തല്ല സമയം. ഈ റെഡ് ജിലേബി ഇതുണ്ടല്ലോ, ഈ ജിലേബി ഇത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടാട്ടോ. ഇവന് ടാനിക്ക് ഞാൻ റോസ്താത്തോട് പറഞ്ഞ റോസ്താത്ത് കൊടുത്തു വിട്ടാട്ടോ ഇതൊക്കെ. അപ്പം ലഡു 2 പാക്ക് ഉണ്ട് അല്ലേ? 2 പാക്ക് ഉണ്ട്. ചിപ്സ് ഉണ്ട് 2 പാക്ക്. 2 അല്ല 3 പാക്ക് ഉണ്ട് ചിപ്സ്. കുറേ ഉണ്ടല്ലോ ബേക്കറി. 4 പാക്കോ? അപ്പോൾ കുറേ ചിപ്സ് ഉണ്ട്. ഇത് ഉമ്മ വാങ്ങിച്ച ആസ്ഥാനല്ലേ, നമ്മളെ തിരൂര്. അപ്പം നമ്മൾ ഇവിടെ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് അരിയെ കിട്ടുള്ളൂ കേട്ടോ. ബിരിയാണി റൈസ്, ജീരകശാലൻ്റെ അരി മാത്രമേ കിട്ടൂ. നമുക്ക് നാട്ടിൽ പല വിധത്തിലുള്ള അരികൾ കിട്ടുമല്ലോ. അപ്പോൾ ബിരിയാണി റൈസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയി വന്നപ്പോഴും ഇവിടെ ആര് വരികയാണെങ്കിലും നമുക്ക് കൊടുന്നു തരാറുള്ളത് ബിരിയാണിയുടെ അരിയാണ് കേട്ടോ. ഞാനിത് അവിലാന്ന് കേട്ടോ വിചാരിച്ചു, പക്ഷെ അവില് വേറെ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ ഉമ്മ അവിൽ മിൽക്ക് സാധനങ്ങളൊക്കെ കൊടുത്ത് നമുക്കിവിടെ കിട്ടാത്തൊരു ഐറ്റമാണ് കേട്ടോ ഈ അവിൽ മിൽക്കിൽ ഇടുന്ന അവില്. അപ്പോൾ അതുണ്ട്. പിന്നെ അതെന്താ? ഇത് ആൽമണ്ടാണ്. ബദാമുണ്ട്. ഇത് ഉമ്മ എടുത്തതാ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതായിരിക്കും അല്ലേ? ഇത് 3 പാക്കറ്റ് ഉണ്ടല്ലോ. ഓക്കെ. ഇത് സെമിയുടെ അമ്മ എടുത്താ കേട്ടോ. അവിൽ മിൽക്കിൻ്റെ അവിലുണ്ട്. പുളി ഉമ്മ കൊടുത്തിട്ടാണ്. കുരു കളഞ്ഞിട്ട് കൊടുത്തിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുണ്ട്. പിന്നെ അവിൽ മിൽക്കിൻ്റെ വേറെ മിക്സ് വരുന്നുണ്ട്.
ജീരകശാലൻ്റെ അരി ഉണ്ട് ഉമ്മ കൊടുത്തിട്ടില്ല. പിന്നെ എന്താണ് പരിപ്പ്, കടല, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇതും ബസ്മതി അല്ല, ഇത് ജീരകശാലൻ്റെ പാക്കറ്റാണ് അല്ലേ. അതുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ ഇതിൽ വരുന്ന ഐറ്റംസ് കേട്ടോ. അപ്പം നമുക്ക് ഇതിലോട്ട് വെക്കാം. കുറേ സാധനം ഉണ്ടല്ലോ. ഞാൻ അടുത്ത കാലത്തൊന്നും മലയാളി കടയിൽ പോകണ്ടല്ലേ. ഈ പെട്ടിയിലുള്ളത് ഫുൾ നമുക്ക് തിന്നാനുള്ള സാധനങ്ങളാണ് കേട്ടോ. ബേക്കറി സാധനങ്ങളാണ് വരുന്നത്. ഇത് കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അത് എൻ്റെ ഉമ്മേൻ്റെ സ്പെഷ്യൽ അച്ചാറാണ്. ഉമ്മ എപ്പോഴും ഇട്ട് വെക്കുന്നത് സ്റ്റോക്കാണ് എടുത്തത്. വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവണം എപ്പോഴും ഉള്ള ഒരു ഐറ്റമാണ് ഇട്ടത്. പിന്നെ ഇത് മാളുതാത്ത കൊടുത്തിട്ടല്ലേ അമ്മ മാങ്ങച്ചാറോ? മാളുതാത്ത കൊടുത്തിട്ട മാങ്ങച്ചാറുണ്ട്. പിന്നെ വലിയ കറുവാമ്പട്ടൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ മാമൻ ദുബായ് ഖത്തറിന്ന് വന്നപ്പോൾ കൊടുന്നാന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഉമ്മ കൊടുത്തു വിട്ടാട്ടോ. പിന്നെ ബേക്കറി ഐറ്റംസ് ഉണ്ടല്ലോ അല്ലേ. നമുക്കിവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ കൊടുത്ത് വിടാനും നമ്മൾ ബേക്കറി കൊടുത്തു വിടാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിപ്സ് ഉണ്ട്, ലഡു ഉണ്ട് ടാനി. അപ്പം ഇതെന്ത് തിന്നേ? കിറ്റ്കാറ്റ് വേണ്ട? ഓക്കെ, ലഡു തരാം. ലഡു വേണം. അപ്പം ഇനി ഇന്ന് ചോറ് തിന്നുവോ? ലഡു സൂപ്പറാണെന്ന് പറ. ആണെന്ന് സൂപ്പറാ. ലഡു ഉണ്ട്. ഈ ഒരു ജിലേബി നമുക്കിവിടെ കിട്ടാത്തല്ല സമയം. ഈ റെഡ് ജിലേബി ഇതുണ്ടല്ലോ, ഈ ജിലേബി ഇത് ഞങ്ങൾക്കൊക്കെ ഇഷ്ടാട്ടോ. ഇവന് ടാനിക്ക് ഞാൻ റോസ്താത്തോട് പറഞ്ഞ റോസ്താത്ത കൊടുത്തു വിട്ടാട്ടോ ഇതൊക്കെ. അപ്പം ലഡു 2 പാക്ക് ഉണ്ട് അല്ലേ? 2 പാക്ക് ഉണ്ട്. ചിപ്സ് ഉണ്ട് 2 പാക്ക്. 2 അല്ല 3 പാക്ക് ഉണ്ട് ചിപ്സ്. കുറേ ഉണ്ടല്ലോ ബേക്കറി. 4 പാക്കോ? അപ്പോൾ കുറേ ചിപ്സ് ഉണ്ട്. ഇത് ഉമ്മ വാങ്ങിച്ച ആസ്ഥാനല്ലേ. നമ്മളെ തിരൂര് സെമിയുടെ വീട് തിരൂരാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ അടുത്തുള്ള ഒരു ബേക്കറിയാണ് ആസ്ഥാൻ ബേക്കറി. അവിടെ ഭയങ്കര ഫേമസ് ആട്ടോ അവിടുത്തെ മടക്കും. പിന്നെന്താ നെയ്വട, അങ്ങനെ എന്തൊക്കെ കുറേ ഐറ്റംസ് ഇല്ലേ അമ്മ? മടക്കല്ലാതെ അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് അല്ലേ. അപ്പം നമ്മളെപ്പോഴും ഉമ്മ ഇങ്ങോട്ട് വന്നോളേ ശരി. ഉമ്മക്ക് ഭയങ്കര മടി കിട്ടോ വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഉമ്മ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ നമ്മളെ ആ കടയിൽ നിന്ന് നമ്മളെപ്പോഴും എല്ലാവരും വരുമ്പോൾ കൊണ്ടുവരാറുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മടക്കാണ് കേട്ടോ ഇത്. ജിലേബി ടാനി എനിക്ക് തോന്നുന്നു ഇത് 2ാമത്തെ വട്ടമായിട്ടെങ്ങാനോ കേട്ടോ അവൻ കഴിക്കണ്. ഇതിന് മുന്നേ റോസ്താത്ത വന്നപ്പോൾ കൊടുന്നായിരുന്നു ഈ ജിലേബി. അന്ന് അവൻ കഴിച്ചിട്ടുണ്ട് ജിലേബി. ഓ ഇത് ടാനിയുടെ ഫേവറേറ്റ് സാധനം. മറ്റേ ടാനിൻ്റെ അല്ല, സോറി, എൻ്റെ ഫേവറേറ്റ് സാധനം. ഇത് ടാനിക്ക് ഇഷ്ടമാവെന്ന് വിചാരിച്ചിട്ട് കൊടുന്ന. അവന് ഇതിൻ്റെ മറ്റേ കപ്പ് കേക്ക് ഉണ്ടല്ലോ അത് ഇഷ്ടമാണ്. ഇതെന്താ അറിയോ? കേക്കാ. ഓക്കെ, കപ്പ് കേക്കിൻ്റെ വേറെ ഐറ്റം. ഇതിനെ നമ്മൾ പിരിക്കേക്ക് എന്നാട്ടോ പറയാം നമ്മളെ നാട്ടിൽ. പിരിക്കേക്ക്. ഇതും മടക്കല്ലേ. ഇതും മടക്കാണ്. ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. ഇത് മടക്കാം ആണ്. ഇത് മടക്കാം. ഉമ്മ 4 പാക്കറ്റ് ഉണ്ടോ മടക്ക്? അപ്പം 4 പാക്കറ്റ് മടക്കുണ്ട് കേട്ടോ. 4 പാക്കറ്റ് ഉണ്ട്. ടാനിക്ക് കേക്ക് 2 പാക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ റോസ്താത്ത വിട്ടാണ് കേട്ടോ. പിന്നെ ഓ ഇതൊന്നും കണ്ടിട്ടില്ല. യെല്ലോ ജിലേബി ഉണ്ട്. അത് സെമിക്ക് ഇഷ്ടമാണ്. വെറുതെ അല്ല, സെമിക്ക് ഇഷ്ടമാണിത്. യെല്ലോ ആണ്. റെഡ് തിന്നെ, എന്നിട്ട് യെല്ലോ വയ്ക്കാം. അപ്പം ഇന്ന് ചോറൊന്നുമില്ലല്ലേ? ഇന്ന് ചോറൊന്നുമില്ല. ഇല്ല. പിന്നെ ഈ 2 കവറും എൻ്റെ ഉമ്മ അവിടുന്ന് കൊടുത്തു വിട്ടാണ് കേട്ടോ. അതിലെന്തൊക്കെയാണ്? ഏലക്കായ ഉണ്ട്. പിന്നെ നന്നാരി സർബത്തുണ്ടല്ലോ, അത് നമ്മൾ വരുമ്പോൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അത് നല്ല രസമാണ്. മറ്റേ നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൽ ഒഴിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുണ്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടികളുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി തന്നെ, മഞ്ഞൾപ്പൊടി, പിന്നെന്താ
കടലപ്പൊടി, ചിക്കൻ മസാല, സാമ്പാർ പൊടി, പിന്നെ ഇങ്ങനെ ഉലുവ, കടുക്, ജീരകം കണ്ടല്ലോ, അങ്ങനത്തെ ഈ ചെറിയ ചെറിയ ഐറ്റംസ് അതൊക്കെ ഉണ്ട് കേട്ടോ. ചില്ലി ചിക്കൻ മസാല ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ടാക്കാറുണ്ട്, ഉലുവ, പപ്പടം ഉണ്ട് കേട്ടോ, പപ്പടം, യെസ്, റെഡ് ജിലേബി, ചിക്കൻ മസാല, കറാമ്പട്ടടെ, ഇത് മറ്റേ ചക്ര ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ബിരിയാണി മസാലയൊക്കെ ഉണ്ടാക്കുന്ന സാധനമില്ല, അതില്ലായിരുന്നു, അത് എന്തായാലും കിട്ടും. കാശ്മീരി മുളക് പൊടി, പിന്നെന്താ കായപ്പൊടി, മീറ്റ് മസാല, കുറേ സാധനം ഉണ്ട് കേട്ടോ. പിന്നെ സെമിയുടെ ഫേവറേറ്റ് സാധനം കേട്ടോ, മിൽക്ക് പേട, അതുണ്ട്. പിന്നെ ടാനിക്ക് ഇതാ മിൽക്കി ബാർ, ടാനിയെ കൈയോട് കൊടുക്കും, മിൽക്കി ബാർ. ഇപ്പൊ ലഡു, ജിലേബി, കിറ്റ്കാറ്റ് അവിടെ വെച്ച്, ഇനി മിൽക്കി ബാർ. ഷുഗർ അടിച്ചങ്ങോട്ട് കയറ്റാണല്ലോ ടാനിയെ. മിൽക്കി ബാർ. അമ്മമ്മക്ക് പോയി ഷെയർ ചെയ്തോ, അമ്മമ്മക്ക് ഒരു പീസ് കൊണ്ടു കൊടുത്തോ. എന്നാ വേറെ കൊണ്ടുകൊടുക്ക. പിന്നെ ടാനിക്ക് മറ്റേ ദുബായ് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ, മറ്റേ ചോക്ലേറ്റ് മറ്റേതില്ലേ പിസ്താഷ്യൂ വരുന്ന ഇത്. ഇവന് എൻ്റെ കാക്കുവിനോട് ഫോൺ വിളിക്കുമ്പോൾ എപ്പോഴും പറയും കേട്ടോ, അവന് ദുബായ് ചോക്ലേറ്റ് വേണമെന്ന്. അങ്ങനെ കാക്കു കൊടുത്തിട്ട സാധനം തോന്നുന്നുണ്ട് കേട്ടോ. പറഞ്ഞോ, നമുക്ക് ടുമോറോ തിന്നാൻ പറഞ്ഞോ. പിന്നെ തേങ്ങയുടെ ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ നാട്ടിലുള്ളപ്പോൾ കഴിച്ചിരുന്ന സാധനമായിരുന്നു കേട്ടോ, മറ്റേ പൊട്ടാറ്റോൻ്റെ ചിപ്സ് ഇല്ലേ, അത്. പിന്നെ കുറേ ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് എനിക്കിഷ്ടമുള്ള സാധനം കേട്ടോ, മാഗി ഇല്ലേ, ഇതിന് നൂഡിൽസ് ആട്ടോ എനിക്കിഷ്ടം. മറ്റേ ഇപ്പിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല, അപ്പം അതും ഉമ്മ കൊടുത്തിട്ടാണ്. പിന്നെ ചോക്ലേറ്റിന് ബിസ്ക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് ടാനിക്കുള്ള ഐറ്റംസ് ആണ്, ഇത് ഫുള്ള് ചോക്ലേറ്റ്സ് ആണ് ഇതിലുള്ളതൊക്കെ, ഇതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ, ഈ സാധനം കാണിച്ചിട്ടില്ല, നമ്മളിവിടെ ഇങ്ങോട്ട് വരാം. ഓക്കെ, നമ്മൾ മാളുതാത്ത കൊടുത്തിട്ടാണ് കേട്ടോ തേങ്ങ വറുത്തത്. നമ്മൾ കറിയിൽ നമ്മൾ തേങ്ങ മറ്റേ കറിവേപ്പിലയും ജീരകം ഒക്കെ ഇട്ടിട്ട് നല്ലോണം വറക്കും കേട്ടോ. വറുത്തിട്ട് പൊടിച്ചിട്ട് നമ്മൾ കറിയിൽ ചേർക്കാണ്ട്, ചിക്കൻ കറി, ബീഫ് കറിയിലോട്ട്. അപ്പോൾ മാളുതാത്ത ഇത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ഞങ്ങളെ നാട്ടിൽ പറയുന്ന പേര് കൊപ്രപ്പുട്ട് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ നമ്മൾ നാട്ടിൽ ക്യാഷ് വെച്ച് ഒരു ഇതുപോലത്തെ ഒരു പുട്ട് പോലെ ഉണ്ടാക്കും കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ ലഡു ഷേപ്പിൽ അങ്ങനെ ആക്കാം. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എന്നോട് മാളുതാത്ത ഇത് കൊടുത്തു വിട്ടിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ കുറേ കഴിച്ചിട്ടോ. പിന്നെ നമ്മളിവിടെ പുറത്ത് വെക്കുമ്പോൾ അത് കേടായി പോകും പെട്ടെന്ന്. അപ്പോൾ എനിക്കത് അറിയാത്ത കാരണം അത് കുറേയൊക്കെ ഞാൻ കഴിച്ചിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മതിയോ, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ മാളുതാത്ത എന്നോട് വിളിച്ചപ്പോൾ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ്, എനിക്കിത് മതിയെന്ന്. പക്ഷേ ഞാൻ ഷുഗർ കട്ട് ആയതുകൊണ്ട് എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും ടേസ്റ്റ് നോക്കിയിട്ട് ഞാനത് എനിക്കുള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും കേട്ടോ. ഓക്കെ, റിയാക്ഷൻ വേണ്ട. അപ്പോൾ ഈ ഒരു ഐറ്റം മാളുതാത്ത ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കിത് ടേസ്റ്റ് നോക്കാം. ഇത് പറഞ്ഞ ടാനിക്ക് ഈ ഒരു സാധനം തരട്ടെ. ഷുഗർ ഇത് ശർക്കര വരുന്നുണ്ട്, ഇത് ശർക്കര തിന്നോക്ക്. ഇതെന്തായാലും എനിക്കില്ല, ഞാൻ മാറ്റി വെക്കട്ടെ കേട്ടോ. ശർക്കര ആണോ? യമ്മിയാണോ? കുറച്ച് മിൽക്ക് കുടിച്ചോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മാളുതാത്ത കഴിഞ്ഞ ഓണം കൊടുത്തുവിട്ടപ്പോൾ ഞാൻ ഭയങ്കര ഫാനായിട്ടോ അതിൻ്റെ. അപ്പം താങ്ക് യു മാളുതാത്ത. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ആ ശർക്കരൻ്റെയും
ആ കൊപ്രയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ നല്ല വരുന്നുണ്ട്. സെമിന്ന് കഴിച്ചു നോക്കി. നമുക്കിവിടെ ഏറ്റവും ആവശ്യമുള്ള സംഭവമാണ് ബിരിയാണി ചെമ്പ്. നമ്മളെ നാട്ടിലുള്ള ബിരിയാണി ചെമ്പ് ഉണ്ടല്ലോ, നമ്മളിവിടെ മറ്റേ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ഞങ്ങൾ മുന്നേ നിന്നീന വീട്ടിൽ നമ്മളെ അടുത്ത് നിന്നീന നമ്മളെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവരെടുത്ത് ഈ ഒരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരടുത്ത് വാങ്ങിച്ചിട്ട് ബിരിയാണി ദമ്മിടുമായിരുന്നു. അപ്പോൾ നല്ല സുഖമായിരുന്നു ദമ്മിടാൻ. പിന്നെ നമ്മളെ നാട്ടിൽ ഇതിൽ ദമ്മിട്ടാൽ നല്ല അടിപൊളിയായിട്ട് വരുന്നതാണല്ലോ പറയാറ്. അപ്പോൾ ഇത് റോസ്റ്റാത്ത വാങ്ങിച്ചാണ് കേട്ടോ, ഇത് ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ടാനിക്ക് കഞ്ഞി വെക്കാൻ ചെറിയൊരു കുക്കറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ റോസ്റ്റാത്ത വന്നപ്പോൾ കുറേ പാത്രം കൊടുത്തിരുന്നു. അപ്പോൾ എനിക്ക് എന്താ വേണ്ട ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അവർ നമുക്കായിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മളെ നാട്ടിൽ നിന്ന് നമ്മളെ വേണ്ടപ്പെട്ടൊരു നമ്മളെ ആഗ്രഹങ്ങൾ അനുസരിച്ച് കൊടുത്തു വിടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അപ്പോൾ എല്ലാവരോടും താങ്ക് യു കേട്ടോ. അപ്പം ഒരുപാട് സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും നമുക്ക് സാധനങ്ങൾ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പോന്നോ? ഓക്കെ, നമ്മൾ കസിൻസ് എല്ലാവരും ഇവിടെ കാനഡയിൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വരുമ്പോഴും കൊടുത്തു വിടാറുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ സാധനങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാര്യമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണോ ചോദിച്ചാൽ അല്ല. ഞാൻ ഈ വീഡിയോ എടുക്കാൻ ഇത് എനിക്കൊരു മെമ്മറി ആവും. പിന്നെ ഉമ്മാക്കൊക്കെ അതൊരു അവർ വന്ന ആ ഒരു മൊമെൻ്റൊക്കെ അവർക്ക് പിന്നീട് കാണുമ്പോൾ അതൊരു സന്തോഷം കൂടി ആയിരിക്കുമല്ലോ. എനിക്കും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അവർ വരുന്ന ആ ഒരു മൊമെൻ്റൊക്കെ ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നീട് കാണുമ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ടൊരു ഭയങ്കര സന്തോഷം കിട്ടുന്ന ഒരു സംഭവമാണല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് കൂടി എടുത്താണ് കേട്ടോ ഈ വീഡിയോ. അപ്പം എനിക്ക് തോന്നി ഇത് നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കാര്യമായിട്ട് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വീണ്ടുമുള്ള വ്ളോഗുകൾ കാണണം കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ല എക്സൈറ്റിംഗ് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മടി പിടിച്ചിരിക്കുക ഒരു വീഡിയോ ഇടാനൊക്കെ. അപ്പോൾ സെമിയുടെ സിസ്റ്റർ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ വീഡിയോ വ്ളോഗ് ഇടാനും ഇതിനൊക്കെ. താത്ത എപ്പോഴും വിളിക്കുമ്പോൾ പറയും നീ ഇങ്ങനെ മടി പിടിച്ചിരിക്കേണ്ട വീഡിയോ ഇടാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ എന്തായാലും ഇനി കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ഇടുന്ന ഒരു ആഗ്രഹമുണ്ട്, നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരയ്ക്കും ബൈ. ടാനി ബൈ പറഞ്ഞേ.